നമസ്കാരം. ഇന്ന് നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു മാങ്ങയാണ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. കണ്ട ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്ത് ഈ ഒരു കൂട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പുട്ടുപൊടി ചേർക്കാം. ടോട്ടൽ നമ്മൾ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം 3/4 കപ്പ് അളവിലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എപ്പോഴും മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതായത് പുട്ടുപൊടി കൂടുതൽ ഉപയോഗിച്ച് മാങ്ങ വളരെ കുറവിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള 1/4 കപ്പ് കൂടി ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചില പുട്ടുപൊടിയൊക്കെ കുറച്ച് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മാങ്ങയുടേത് വളരെ കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചുകൂടി ചേർത്തത്. ഇനി കൈകൊണ്ട് ഇങ്ങനെ അമർത്തി നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ നമ്മുടെ ആ ഒരു മാങ്ങയുടെ മിക്സിൽ കിടന്ന് കുതിർന്ന് നല്ല രീതിയിൽ തയ്യാറായി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിത് വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഞാനിതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം പുട്ടും കുറ്റിയിൽ ചെയ്തെടുത്താലും മതി. പക്ഷെ നമ്മൾ രണ്ടും ചെയ്യുമ്പോഴുള്ള രുചിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ വാഴയിലയിൽ ആവിയിൽ വേവിച്ച് വരുമ്പോൾ ഉള്ള ഒരു രുചി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി അങ്ങനെ നമുക്ക് ചെയ്യാൻ സമയമില്ല, അതല്ലെങ്കിൽ വാഴയില കയ്യിലില്ലെങ്കിൽ നമുക്ക് പുട്ടും കുറ്റിയിൽ ഇത് റെഡിയാക്കിയെടുക്കാം. എങ്ങനെയായാലും മാമ്പഴപ്പുട്ടിൻ്റെ രുചി നല്ല സ്വാദ് തന്നെയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ പുട്ടും കുറ്റിയിൽ ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പുട്ട് ഇതുപോലെ വാഴയിലയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഒത്തിരി ചൂടാവാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ നമുക്കിത് ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കൈ പൊള്ളിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ പാത്രം ഇറക്കി വെച്ച് അടച്ചു വെച്ചൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ വെന്ത് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. വാഴയിലയിൽ വെന്തതും പിന്നെ അതുപോലെ മാങ്ങയുടെ ആ ഒരു മണമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതിനകത്ത് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ. അതുപോലെ പപ്പടം പൊടിച്ച് കഴിക്കുമ്പം ആ ഒരു മധുരവും പപ്പടത്തിൻ്റെ ആ ഒരു ചെറിയ ഉപ്പൊക്കെ കൂടി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.